ചെയ്ത ടോപ്പിന് ഞാൻ എങ്ങനെ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന എന്നിട്ട് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ. ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹാൻഡ് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു നെക്ക് നമ്മൊരു പേപ്പറിൽ വരക്കും. അതായത് എത്രയാണ് കഴുത്തിൻ്റെ ഇറക്കം എത്രയാണ് വേണ്ടതെന്ന് വെച്ച് ഒരു A4 ഷീറ്റിലോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിലൊക്കെ വരച്ചിട്ട് കട്ട് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ട്രേസിങ് പേപ്പറിലൊക്കെ വെച്ചിട്ട് നെക്കൊക്കെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ കട്ട് ചെയ്ത് ഈ ഒരു പീസില്ലേ, ആ ഒരു പീസ് നമ്മൾ എടുത്ത് വെക്കും കേട്ടോ. ആ ഒരു പീസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു പീസ് നമ്മൾ എടുത്തു വെക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് ക്യാൻവാസിലൊന്ന് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. ക്യാൻവാസ് 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. അത് കുറച്ച് നൈസായിട്ടുള്ള, പിന്നെ ഒന്ന് കുറച്ച് കട്ടി കൂടിയും. ഞാനിപ്പോൾ നൈസായിട്ടുള്ളതാണ് വെക്കുന്നത്, കാരണം കട്ടി കൂടിയുള്ളതാണ് ഞാൻ വെക്കൽ. അവിടെ കട്ടി കൂടിയത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ നൈസായിട്ടുള്ളത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നെക്ക് നമുക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. ആ വെക്കുന്നതിന് മുന്നേ നമ്മൾ മുകളിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കണം. ഞാനിവിടെ നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കറക്റ്റ് അളവാണ് കേട്ടോ കട്ട് ചെയ്ത്. തയ്യൽ തുമ്പും കാര്യങ്ങളൊന്നും കൂട്ടിയില്ല ഡിസൈൻ വരയ്ക്കുന്ന സമയത്ത്. അതൊക്കെ നമ്മൾ പിന്നീടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റ് ഒരു 6.5 എനിക്ക് കേട്ടോ ഫ്രണ്ടത്തെ കഴുത്തിൻ്റെ ഇറക്കം വേണ്ടത്. ഒരു 6.5 ഞാൻ കറക്റ്റ് മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ഇതെടുക്കുന്ന സമയത്ത് കുറച്ചൊരു 1/2 ഇഞ്ച് മുകളിലോട്ടേക്ക് വേണം. എന്താണെന്ന് വെച്ചാൽ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ. 1/2 ഇഞ്ച് മുകളിലോട്ട് വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തതിന് ശേഷം അതിന് ശേഷം ഈ ഒരു നെക്ക് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിന്നൊക്കെ കുത്തിയിട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഇതേ ഷേപ്പിലൊന്ന് വരച്ചെടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് നെക്കിൻ്റെ അളവ്. ഈ ഒരു 1/2 ഇഞ്ച് നമുക്ക് മുകളിലോട്ടുള്ള അളവ്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ മുകളിലോട്ട് കൊടുക്കാം. അതിന് ശേഷം ഇവിടുന്ന് ഇതുപോലെ ഒരു ഷേപ്പിൽ ഇതിപ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാം. നമുക്കിപ്പോൾ വരച്ച് പരിചയമായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒരു ഷേപ്പിൽ വരക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ഒരു ഷേപ്പിൽ വരച്ചും. അതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വെക്കാം. എന്നിട്ട് ആദ്യം ഈ ഒരു നെക്ക് നമുക്ക് നോർമൽ ഈ ഒരു ഇതുവരെ മാത്രമേ കട്ട് ചെയ്യണ്ടൂ. ഇനി ഇതുപോലെ അതിൻ്റെ ബാക്കിലേ കൂടി വരച്ചതും കൂടി ഇതുപോലെ ഇങ്ങനെ അത് മുകളിൽ വരെ കട്ട് ചെയ്യുക കേട്ടോ. അതിന് ശേഷം നമുക്ക് കറക്റ്റ് നമ്മുടെ കറക്റ്റ് അളവിൽ കറക്റ്റ് അളവ് വരെ കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിത് നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് വരച്ചതല്ലേ, അധികം തയ്യൽ തുമ്പിനോട് അറേഞ്ച് എടുത്തരും. അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്യാം. അതിന് ശേഷം നമുക്കിത് ഒരു ലൈനിങ് പീസിൽ നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിന് നമുക്ക് ക്യാൻവാസിന് ഒരു വശം കുറച്ച് ഷൈനിങ് ഉള്ള ടൈപ്പ് ഉണ്ടാകും. ആ ഒരു വശം നമ്മുടെ മെറ്റീരിയൽ വെച്ചിട്ട് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതൊന്ന് ഇതിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുത്ത് അതവിടെ ഒട്ടിപ്പിടിക്കൂട്ട്. നമുക്കിതൊന്ന് ചെയ്തെടുത്തിട്ട് വരാം. അതിനുശേഷം നമുക്കൊരു 4 ഇഞ്ച് വിട്ട് കട്ട് ചെയ്യാം. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു 4 ഇഞ്ച് വിട്ട് കട്ട് ചെയ്തില്ല, അത് ഇതുപോലെ മടക്കിയിട്ട് മടക്കി വരുന്ന വശത്തൂടെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ചെറിയ ചുളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊന്നും വലിയ കാര്യമാക്കണ്ട, കാരണം അതൊക്കെ നമുക്ക് കവർ ചെയ്ത് പോകട്ടാം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ നല്ല തുണിയില്ലേ, നല്ല തുണിയും അതുപോലെ നമ്മുടെ ലൈനിങ് പീസും വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്തെടുക്കണം. അതായത് ലൈനിങ് പീസ് നമ്മുടെ ബാക്ക് വശത്ത് വെക്കാം, നല്ല തുണി നമ്മുടെ ഫ്രണ്ട് വശത്ത് വെക്കാം. ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് നമുക്ക് എന്താ ചെയ്യാം, ഇവിടുന്ന് ലൈനിങ് നല്ല തുണി നമ്മൾ ജസ്റ്റ് വെച്ചിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഇതുവരെ ഒന്ന് ടച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ ഇത് സെൻറ്റർ ടു സെൻറ്റർ വെച്ചിട്ട് നമുക്ക് സെൻറ്ററിലൊരു കട്ട് കൊടുക്കാം. അതായത് 2 മടക്ക് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിലൊരു കട്ട് കൊടുക്കാം. അതുപോലെ ഇത് 2 മടക്ക് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്ത് അതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് സെൻറ്ററിലും ഒരു കട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൽ സെൻറ്ററിലേക്ക് നമ്മുടെ കൈമില്ലേ ഇതിൻ്റെ സെൻറ്റർ ഇതുപോലെ വെച്ച് കൊടുക്കാം. സെൻറ്റർ ടു സെൻറ്റർ വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ചെറിയ പിന്നെന്ത് ചെയ്യാം, കുത്തി കൊടുക്കാം. ഇതുപോലെ വെച്ചതിന് ശേഷം
ഇവിടെ ചെറിയ പിന്നൂത്തി കൊടുക്കാം. ഇത് കറക്റ്റ് ആക്കിയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റ് നല്ല കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് ചെറിയ ചെറിയ കുറച്ച് പിന്ന് കുത്തി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫൂട്ടില്ലേ ഇതൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കും. ഇതുപോലത്തെ 1 സൈഡ് ഫൂട്ടാണ് ഈ ഹാൻഡ് വർക്ക് ചെയ്ത ഡ്രസ്സിനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഇത് ഒരെണ്ണത്തിന് 40 രൂപ 50 രൂപ തരും. നമ്മുടെ മെഷീനൊക്കെ നേരാക്കുന്ന കടയിൽ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഇത് അഴിച്ചു മാറ്റിയിട്ട് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ക്യാൻവാസിൻ്റെ അറ്റത്തേ കൂടി വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഈ വിരൽ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കല്ല മനസ്സിലാവും കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ വെച്ച് വെച്ച് നോക്കി 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 നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കറക്റ്റ് നോക്കുക കേട്ടോ, കറക്റ്റായിട്ടാണോ വന്നതെന്നുള്ളത്. ഞാനിപ്പോൾ അറേഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ടാണ് ഇവിടെ കുറച്ച് ഗ്യാപ്പ് വരുന്നത്. നമുക്ക് വേണ്ടാന്നുണ്ട് കുറച്ച് ഇവിടെ അറ്റത്തെ കൂടി ഇങ്ങനെ സ്റ്റിച്ച് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാലൻസ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. നമുക്ക് ഇപ്പുറത്തെ കൂടി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഹാൻഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് അറേഞ്ച് വിട്ടിട്ടാണ് തയ്യൽ നമ്മുടെ നെക്ക് മാർക്കിനേക്കാൾ അറേഞ്ച് കൂട്ടി എടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഇവിടെ കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തെ അറ്റത്തോട് സ്റ്റിച്ച് കൊടുക്കാം. ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കിയിട്ട് ചെയ്യാൻ വിചാരിക്കുന്നത് കേട്ടോ. ഒരു 4 ഇഞ്ച് വിട്ടിട്ട് നമുക്കിതുപോലെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്കെന്താ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം. അതിന് ശേഷം അറ്റത്ത് വരുന്ന രീതിക്ക് ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തു. ഞാനിപ്പോൾ ക്യാൻവാസ് നല്ല നേരിയ ടൈപ്പ് ക്യാൻവാസ് വാങ്ങിയോണ്ടാണ് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയത്. കുറച്ച് കട്ടിലെ ക്യാൻവാസ് ആണെങ്കിൽ പിന്നെ മടക്കുന്ന സമയത്ത് ഒരുപാട് തടുപ്പ് വരും. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതാക്കി ആദ്യം ജസ്റ്റ് ഇതൊന്ന് ഷേപ്പ് കറക്റ്റായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും. കാരണം നമ്മൾ കുറച്ച് ഇപ്പുറത്തെ കൂടി അടി കൊടുത്തില്ല. അപ്പോൾ ഒരുപാട് തുച്ച ഉള്ളിൽ വേണ്ട വെച്ചാൽ അത് ചിലപ്പോൾ ബോറാവും ഇടാം. ബോറെന്നല്ല, തടുപ്പ് ഇങ്ങനെ വരും നെക്കിൻ്റെ അടുത്ത്. അതുകൊണ്ട് കുറച്ച് തുച്ചം കൂടി കളഞ്ഞതിന് ശേഷം നമുക്ക് ആദ്യം ഒരു കട്ടും കൂടി ഇതുപോലെ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഇതുപോലെ വെച്ചിട്ടൊന്ന് പതിച്ചടിക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു ക്യാൻവാസിൻ്റെ മുകളിലേക്ക് കൂടി വേണം പതിച്ചടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആദ്യം അടിച്ച സ്റ്റിച്ചില്ല, നമ്മൾ ഈ ലൈനിങ്ങും നല്ലതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ചൊക്കെ എടുക്കാൻ വേണ്ടി ഒരു സ്റ്റിച്ച് കൊടുത്തില്ലേ, ആ സ്റ്റിച്ചൊന്ന് നമുക്ക് പൊട്ടിച്ച് കളയാം.
നമ്മപ്പോൾ ഇതൊക്കെ പൊട്ടിച്ചിട്ട് ഇതുപോലെ കിട്ടും കേട്ടോ, 2 ഇതായിട്ട് കിട്ടും. അതിന് ശേഷം എന്താ വേണ്ടത് വെച്ചാൽ നമുക്കിത് ഇതുപോലെ എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ അടിച്ച് വെച്ച ഈ ഒരു ക്യാൻവാസില്ലേ, നമുക്ക് ഹെമ്മിങ് ചെയ്യുന്നത് ഹെമ്മിങ് ചെയ്യാം. പക്ഷേ കുറച്ചും കൂടി നല്ല വൃത്തിക്ക് കിട്ടാനും അതുപോലെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടാനും കുറച്ച് പണി എളുപ്പം. ഹെമ്മിങ് ചെയ്യാൻ പണി കുറച്ചുണ്ടല്ലോ, അതിനേക്കാളും കുറച്ച് എളുപ്പം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ലൈനിങ് പീസിലേക്ക് നമ്മുടെ ഈ ഒരു പീസ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്ത് സ്റ്റിച്ചില്ലേ, ആ ഒരു സ്റ്റിച്ചിലേക്ക് കൂടി തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് കറക്റ്റ് ഇങ്ങനെ വരുന്തോറും ഇങ്ങനെ നീക്കി വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ അടിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ നല്ലതാണ്, ഫിനിഷിങ്ങിൽ കിട്ടി. നമുക്ക് ഹെമ്മിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നല്ല ഫിനിഷിങ്ങിൽ കിട്ടി. നമുക്ക് നെക്ക് ഇപ്പോൾ നമ്മൾ നല്ല വശത്തെ കൂടി അടിക്കുന്നില്ല കേട്ടോ, ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നെക്ക് ഇതുപോലെ ആയിരിക്കും കേട്ടോ കിട്ടൽ. ഇതുപോലെ നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്യണം, ആ പണിയൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ വെച്ചില്ലേ, ഇതുപോലെ തന്നെയാണ് നമ്മൾ ബാക്കിൽ ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഇതേപോലെ ബാക്കിൽ ഇപ്പോൾ ഇത്ര കഴുത്തിൻ്റെ അവർക്ക് ഇത്ര വേണ്ട, ഒരു 4 എടുത്താൽ മതി. നമുക്ക് അടിച്ചു കൊടുക്കാം, മറച്ചു കൊടുക്കുക, എന്നിട്ടാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്നത്. ഇങ്ങനെ ബാക്കിൽ ക്യാൻവാസ് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലായിട്ട് നെക്ക് ഇതിൽ കട്ട് ചെയ്തെടുത്തിട്ട് മറച്ചടിച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്താലും മതി. ഹാൻഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിൽ ക്യാൻവാസ് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഫിനിഷിങ് കിട്ടും കേട്ടോ. നമ്മൾ ഇങ്ങനെ തിരിച്ചടിക്കുന്നതിനേക്കാളും ക്യാൻവാസ് വെച്ചടിക്കുമ്പോൾ കുറച്ചൊരു ഫിനിഷിങ്ങിൽ കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്കും കൂടി ഞാൻ ലാസ്റ്റ് കൊടുക്കട്ടെ, അതും കൂടി ഒന്ന് കണ്ടു നോക്കണേ. ബൈ ബൈ.